ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് വളരെ കുറഞ്ഞ ചെടികൾ മാത്രമാണുള്ളത്. അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ കൊടുക്കാൻ കാണുള്ളൂ കേട്ടോ. അതുകൊണ്ട് വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക. പിന്നെ DTDC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത്. ഓൺലൈൻ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഈ ഫിലോഡെൻഡ്രോണിൻ്റെയും പിന്നെ കുറച്ച് 1-2 കലാത്തിയ വെറൈറ്റീസാണ് കേട്ടോ ഇപ്പോൾ സെയിൽ ചെയ്യാനുള്ളത്. ഇതിലെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് പരേസോ ബർദയുടെ പ്ലാന്റാണ്. ഇപ്പോൾ റേറ്റൊക്കെ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുക കേട്ടോ. സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്കും എനിക്കും അത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നി. അതുകൊണ്ടാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു കട്ടിങ്സ് വെച്ചിട്ട് അതിൻ്റെ പുതിയൊരു ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് വന്നിട്ട് മോൺസ്റ്ററയുടെ തന്നെ പെറു എന്ന് പറഞ്ഞൊരു വെറൈറ്റി വരുന്ന പ്ലാന്റാണ്. 3-4 ലീഫുകളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഈ ഒരൊറ്റ പ്ലാന്റ് മാത്രമാണ് കേട്ടോ കൊടുക്കാനുള്ളത്. അടുത്ത് വന്നിട്ട് ഈ ഒരു ബിഗോണിയ പ്ലാന്റാണ് കൊടുക്കാനുള്ളത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. ഒത്തിരി നല്ലതായിട്ട് വലിപ്പം വെക്കും ഇതിൻ്റെ ലീഫുകൾ. അതുപോലെ തന്നെ പെട്ടെന്ന് ബുഷിയാവുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റും കൂടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ റേറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. അടുത്ത് വന്നിട്ട് ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ വയലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ലീഫുകൾ വരുന്ന ഈ ഒരു വെറൈറ്റിയാണ്. 2 തവണ നമ്മൾ ഇതിനു മുമ്പ് 2 തവണ സെയിൽ വീഡിയോയിലും സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലായി പോയ ചെടികളാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യാനുള്ളത്. എക്സ്ട്രാ പ്ലാന്റ് ഉണ്ടാവുമെന്ന് തോന്നണില്ല. പ്രൊപ്പഗേഷന് വെച്ചിട്ടുണ്ട്, പക്ഷേ സെയിൽ ചെയ്യാനായിട്ട് വരുന്നതേ ഉള്ളൂ. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരൊക്കെ വളരെ വിചിത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റാണ് ഇപ്പോൾ സെയിൽ ചെയ്യാനുള്ളത്. അടുത്ത് വന്നിട്ട് കലാത്തിയയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ. ഇത് ഒരു നോർമൽ വെറൈറ്റിയാണ്. ആദ്യമൊക്കെ ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു ബുഷി പോട്ട് ഈ സെയിം പോട്ടാണ് എടുക്കുന്നതെങ്കിൽ 150 രൂപയാണ് കേട്ടോ. സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു ഫുൾ പോട്ടിനാണെന്നുണ്ടെങ്കിൽ 150 രൂപ. അടുത്തത് ഇതും ഒരു പഴയ ഒരു മോഡൽ കലാത്തിയാണ്. പക്ഷേ നല്ല ഭംഗിയാണ്. നല്ല ഹൈറ്റിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് ഹൈറ്റ് കുറവാണ്, എങ്കിലും ഇതിൻ്റെ പ്ലാന്റ് നല്ല ഹൈറ്റ് വയ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിനെ സിംഗിൾ പ്ലാന്റ് നമുക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫുൾ പോട്ടായിട്ടും കൊടുക്കാനുണ്ട്. അടുത്തത് വരുന്നത് ഈ ഒരു കലാത്തിയാണ്. ഇതിന് 50 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ലീഫ് സ്ട്രക്ചറും ആ ഒരു കളറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒത്തിരി തവണ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റും കൂടാണത്. അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാണ് ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ. കറക്റ്റ് ഐഡിയ നമുക്കറിയത്തില്ല, പക്ഷേ നല്ല രസമാണ്. നല്ലൊരു റെഡ് മെറൂൺ കളറാണ് ഇതിൻ്റെ ലീഫിനും. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകൾക്കും ഒരു പ്രത്യേക കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് കൊടുക്കാനുള്ളത്. ഇത് ഈ ഒരു മോൺസ്റ്ററയുടെ തന്നെ ഒരു എല്ലായിടത്തും കാണുന്ന ഒരു വെറൈറ്റി ഉണ്ടല്ലോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്ന കാണാനായിട്ട്. അടുത്തത് വന്നിട്ട് ഫിലോഡെൻഡ്രോൺ മയോമിയുടെ പ്ലാന്റാണ്. കഴിഞ്ഞ തവണകളിലെല്ലാം നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. അതിൻ്റെ ഒരു വലിയൊരു സ്റ്റെമ്മ് നമ്മൾ പിടിപ്പിച്ചെടുത്താണ്. അപ്പോൾ പുതിയ ഷൂട്ട്സ് ആയി വരുന്നുണ്ട്. ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഏരിയൽ റൂട്ട്സൊക്കെ വന്നു തുടങ്ങിയതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും മുകളിലായിട്ട് ഇതിൻ്റെ റൂട്ട്സ് വന്ന് നിൽക്കുന്നത്. അടുത്തത് ഈ ഒരു ബില്ലിയേറ്റി എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ. ഇതൊരു ലക്കി പ്ലാന്റ് ആണെന്നും കൂടെ പറയപ്പെടുന്നുണ്ട്. എനിക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഈ കാണുന്ന സെയിം പ്ലാന്റാണ് നമുക്ക് സെയിൽ ചെയ്യുന്നത്. നല്ല വലിപ്പം വെച്ച ലീഫുകളും തണ്ടുകൾക്കൊരു ഓറഞ്ച് കളറും നല്ല വലിപ്പം വെച്ച പ്ലാന്റാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് ഈ ഒരു ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു പ്ലാന്റാണ്. ഗ്രീൻ കളറിൽ ലീഫുകൾ വരും. സ്റ്റിക്കിൽ വിടുകയാണെങ്കിൽ നല്ല വലിപ്പത്തിൽ ഇലകൾ വരുന്ന കേട്ടോ. ഇത് ഏകദേശം ലീഫിൻ്റെ ഷേപ്പൊക്കെ ഒന്നുപോലെയാണ്, പക്ഷേ കളറ് മാത്രമാണ് വ്യത്യാസമുള്ളത്. അടുത്ത് വന്നിട്ട് ഈ ഒരു ബിഗോണിയ പ്ലാന്റാണ്.
നല്ല വലിപ്പം വെച്ചൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല സിൽവർ കളറാണ് ഇതിൻ്റെ ലീഫുകൾക്ക്. നല്ല വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റാണ്. ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് സെയിൽ ചെയ്യാനുള്ളത്. റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയായിരിക്കും കൂടുതൽ സൗകര്യം. അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ബിഗോണിയാണ്. ഇതും ഒരു സിൽവർ സ്ട്രക്ചറിൽ വരുന്നൊരു പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ആദ്യം കാണിച്ച പ്ലാന്റിനെക്കാട്ടിലും നല്ല വ്യത്യാസമുണ്ട്. അടുത്ത് വന്നിട്ട് SP കൊളംബിയയുടെ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ സെയിം പ്ലാന്റ് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. ഒരു ഏകദേശം 3 ലീഫോളം വന്നിട്ടുണ്ട്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. നമ്മൾ മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റും കൂടാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ വീഡിയോ കാണുന്ന സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അടുത്ത് വന്നിട്ട് അലോക്കേഷ്യയുടെ ഗ്രീൻ ഷീൽഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ്. ഇത്തരം പ്ലാന്റ്സാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്തായിട്ട് വരാം.